ഹലോ, വിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വൈകിട്ടത്തെ വീഡിയോ ആണ്. 2 മണിയായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാറ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ചിറയിലേക്ക് വന്നു. ഞങ്ങളുടെ വീടിന് തൊട്ട് താഴെ തന്നെ, അതുകൊണ്ട് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവിടെ വന്നതിന് ശേഷം കുറച്ച് നേരം രണ്ടും കൂടി ഇരുന്ന് കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് പോരുന്നു. പിന്നീട് നേരെ വന്ന് ഞാൻ വീട്ടിൽ ക്ലീനിങ് അങ്ങ് നടത്താനായി വിചാരിച്ചു. തൂത്തും തുടക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനും കാരണമുണ്ട്. നമ്മുടെ കുറച്ച് നാളായിട്ട് നമുക്കിവിടെ എല്ലായിടവും മഴയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ 4 സൈഡും നല്ല രീതിയിൽ പുല്ല് കയറി തുടങ്ങി. അപ്പോൾ അവിടെ ഓരോരോ സൈഡായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമുക്കത് ക്ലീനിങ് എല്ലാം നടത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ പോച്ചയെല്ലാം ഒന്ന് ചെത്തണം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നല്ല വെള്ള ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെത്താനൊക്കെ ഇച്ചിരി പാടാം. മൊത്തം തുള്ളി പോലെ ആകും. അപ്പം അതുമല്ല, ഞങ്ങളിപ്പോൾ പണിയെല്ലാം തീർത്ത് അവിടെ കുറച്ച് മണ്ണൊക്കെ എടുത്തതുകൊണ്ട് നമുക്കങ്ങനെ ഒത്തിരി തുളിയാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി പാടാണ് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അകത്ത് കയറി തുടയ്ക്കുന്ന കാര്യമൊക്കെ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം അകത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് ഞങ്ങൾ ഫ്രണ്ടിലത്തെ മുറ്റം അതിന് വേണ്ടിയില്ല. പിന്നെ ബാക്കും അപ്പുറത്തെ 2 സൈഡും കുറച്ചുണ്ട്. അവിടെ പറഞ്ഞാൽ പുല്ല് കയറിയത് കാരണം അവിടെ തൂക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഫ്രണ്ട് ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ ഒരു ടൈപ്പ് പടന്ന് കളിക്കുന്ന പുല്ലാണ് അവിടെ മൊത്തം. അപ്പോൾ അത് പറിച്ചിട്ടും ചെത്തിയിട്ടും ഒന്നും കളയാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ പിന്നെ അതൊരു ഭംഗിക്കങ്ങ് പടത്തി നിർത്തിയിരിക്കണം. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ ബാക്കിൽ അവിടെ ആ സൈഡിൽ ഇറങ്ങിയിട്ട് അവിടെ എല്ലാം പോച്ച ഗംഭീരമായിട്ട് പോച്ച കയറി കിടക്കുകയാണ്. ഇങ്ങനെ നോക്കുന്ന കണക്കല്ല, അതേപോലെല്ലാം നല്ല ഗംഭീരമായിട്ട് പോച്ചയുണ്ട്. അപ്പോൾ അതുമല്ല അവിടെ എല്ലാം അങ്ങ് വെള്ളം കെട്ടി നിന്നും അവിടെ എല്ലാം അങ്ങ് ഒരുമാതിരി തൊളിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ചെത്തി വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ തുളിയും കൂടി അങ്ങ് നീക്കി മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പിന്നെയും തൊളിയായി കിടക്കുമല്ലോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒത്തിരി ചെത്താണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് പറ്റി കിടക്കുന്നതായതുകൊണ്ട് തന്നെ ചെത്താൻ ഇച്ചിരി നല്ല രീതിയിൽ പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും ഒരുവിധം ചെത്തി വൃത്തിയാക്കി നമുക്ക് ഇന്ന് തന്നെ ഇവിടെ ഇത്രയും വൃത്തിയാക്കി തീർക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. എന്നാലേ അപ്പുറത്തെ സൈഡ് നാളെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡ് വൃത്തിയാക്കി തീർന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് നാളത്തേക്ക് വെച്ചേക്കുക. എന്തായാലും ഇത്രയും തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാശിക്ക് തന്നെ ഇറങ്ങി. ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ഭാഗം ഞാൻ ചെത്തിയിട്ടിരുന്നു. കുറച്ച് ഭാഗം, തോനെയില്ല, കുറച്ച് ഭാഗം. അപ്പോഴത്തേന് സന്ധ്യ ആയതുകൊണ്ട് ഞാൻ പിന്നെ ചെത്താൻ പോയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ചെത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് ഞങ്ങൾ ഓട് നിരത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ആ സൈഡോ അവിടെ ഒന്നും നല്ലപോലെ പുല്ല് കയറിയിട്ടില്ല. ഈ ഓട് നിരത്തിയതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടേ പുല്ലുള്ളൂ. അപ്പോൾ അത്രയും ഭാഗത്ത് നമ്മളത് വൃത്തിയാക്കി. അവിടെയാണ് നമ്മുടെ കക്കൂസിൻ്റെ സ്ലാവ് വരുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ കൂടെ ഉണ്ണിക്കുട്ടനും വിച്ചു അതേപോലെ 2 പേരും അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിച്ചുവിനെ ഞാൻ പഠിക്കാനായിട്ട് അകത്ത് കയറ്റിയത് കാരണം വിച്ചു പിന്നെ വലിയ ശല്യത്തിനും ഒന്നിനും വന്നില്ല. ഉണ്ണിക്കുട്ടൻ എൻ്റെ കൂടെ തന്നെ കളിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഭാഗം എല്ലാം ഞങ്ങൾ ആ സൈഡ് മൊത്തവും മണ്ണെടുത്തത്. അത്രയും പൊക്കത്തിൽ നിന്നൊരു ഹൈറ്റിൽ നിന്നൊരു വീടായിരുന്നു. അപ്പോൾ നമ്മളത് പഴയ വീട് പൊളിച്ചപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മണ്ണെടുത്ത് റോഡ് നിരപ്പായിട്ടാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പൊക്കത്തിൽ നിന്ന് ഇത്രയും മണ്ണ് പോയത് കൊണ്ട് ആ മണ്ണെല്ലാം ഇനി മഴയത്ത് ഒലിച്ചൊലിച്ച് പോയാലേ നമുക്ക് നല്ല മണ്ണ് വരത്തുള്ളൂ. അതുവരെയും തുളിയായിരിക്കും, വെള്ള കളർ തുളിയാണ്. അപ്പോൾ അത് ഇത്രയും വൃത്തിയാക്കി വരണമെങ്കിൽ നമുക്ക് ഈ പോച്ച നിൽക്കുമ്പോൾ ഈ വെള്ളം മേളിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളം മൊത്തവും ഒലിച്ച് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ മണ്ണും കൂടി കുറച്ച് മേളത്തെ മണ്ണും കൂടി കുറച്ചങ്ങ് പോകും. അന്നേരം നല്ല മണ്ണ് കിട്ടും നമുക്ക്. അപ്പോൾ ഒത്തിരി തൊളിയും പോകും, നമുക്ക് നല്ല രീതിയിൽ അതിലെ കൂടെ നടക്കാനും പറ്റും. അപ്പോൾ ചെത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കാലൊന്നും മുറിഞ്ഞു. പിന്നെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അതിനുശേഷം എന്തായാലും ചെത്തി തീർത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും ഭാഗവും നമ്മൾ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നേരെ പോയി കുളിച്ച് വിളക്ക് കത്തിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.